Hello dear students, IGNO BA final year സ്റ്റുഡൻസിൻ്റെ BPSC 114ൻ്റെ ഒരു ടോപ്പിക്കാണ് ജെനിസിസ് ഓഫ് മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്ന സബ്ജക്റ്റ് മാറ്റർ ഇതാണ്, ജെനിസിസ് ഓഫ് മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു ഇവിടുത്തെ ഒരു പശ്ചാത്തലം എന്താണ്. പൊളിറ്റിക്കൽ തോട്ടിൻ്റെ ആ ഒരു ഐഡിയ ഈ ഒരു കാലഘട്ടം എത്തിയപ്പോഴേക്കും ആധുനിക കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തി, പ്രചാരത, അതിനു വേണ്ടിയിട്ട് ഇൻ്റലക്ച്വൽ ലെവലിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സോഷ്യൽ തിങ്കേഴ്സ്, പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എത്രത്തോളം ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു എന്നത്. സോ ദെയർ വാസ് നോ സീരിയസ് എക്സ്റ്റൻഷ്യൽ ചലഞ്ച് ടു ബ്രിട്ടീഷ് കൊളോണിയലിസം ഇൻ ഇന്ത്യ ആൻഡ് ദെയർ പവർ വാസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ തേർഡ് ക്വാർട്ടർ ഓഫ് ദി 19th century. They started to consolidate their colonial rule, for which they needed a support base amongst the Indian subject. For this, the British created an educated urban middle class and the other one of landlords who were employed in colonial administration. Okay. അപ്പോൾ ഇവിടെ കാര്യമായ രീതിയിൽ ബ്രിട്ടീഷ് കൊളോണിയലൈസേഷനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിന്താധാരയൊന്നും തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതിന് പറ്റിയ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരൊന്നും തന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ തേർഡ് ക്വാർട്ടർ എത്തുന്നത് വരെയുള്ള സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ദേ സ്റ്റാർട്ടഡ് ടു കൺസോളിഡേറ്റ് ദെയർ കൊളോണിയൽ റൂൾ, ഫോർ വിച്ച് ദേ നീഡഡ് ടു സപ്പോർട്ട് ബേസ് എമംഗസ്റ്റ് ഇന്ത്യൻ സബ്ജക്റ്റ്. ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ ഇവരെ വെല്ലുവിളിക്കാൻ മറ്റൊരു ശക്തിവിശേഷം, അധിനിവേശ ശക്തി പുറത്തു നിന്നും വേറെ ആരുമില്ല എന്ന തിരിച്ചറിവോടുകൂടിയാണ് ബ്രിട്ടീഷുകാരുടെ അവരുടെ കൊളോണിയൽ റൂള് അത് ഉറപ്പിക്കുവാനുള്ള പരിശ്രമം ഈ 19th centuryയുടെ തേർഡ് ക്വാർട്ടർ എന്നുള്ള ആ ഒരു ടൈം പീരീഡിൽ ചെയ്തു പോകുന്നത്. സോ ഫോർ ദിസ്, അപ്പോൾ അവർക്കൊരു ബേസ്, ഒരു ഫൗണ്ടേഷൻ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം എന്ന രീതിയിൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അർബൻ മിഡിൽ ക്ലാസ്സിൽ എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആരെയാണ് എഡ്യൂക്കേറ്റ് ചെയ്തത്? അർബൻ മിഡിൽ ക്ലാസ്സിനെയാണ് ബ്രിട്ടീഷുകാർ എഡ്യൂക്കേറ്റ് ചെയ്തത്. ആൻഡ് ദി അതർ വൺ ഓഫ് ലാൻഡ് ലോഡ്സ്, മറ്റൊരു കാര്യം ആരെയാണ്? ലാൻഡ് ലോഡ്സ്. അപ്പോൾ ഇവരാരെയാണ് കൂട്ടുപിടിച്ചത്? അർബൻ മിഡിൽ ക്ലാസ്സിനെയും ലാൻഡ് ലോഡ്സിനെയും ബ്രിട്ടീഷുകാർ കൂട്ടുപിടിച്ചു. ഈ ലാൻഡ് ലോഡ്സ് ആരായിരുന്നു? കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു പോകുന്നവരായിരുന്നു. ഓക്കെ, ഹു വെയർ എംപ്ലോയിഡ് ഇൻ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ. ദേ പ്ലാൻഡ് ടു റീഇൻഫോഴ്സ് ദെയർ കൾച്ചറൽ ഹെജിമണി ത്രൂ ദ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ബ്രിട്ടീഷുകാരുടെ പദ്ധതി എന്തായിരുന്നു? അവരുടേതായ സാംസ്കാരികമായ ചില മേധാവിത്വം, അതായത് അവരുടെ നാടിൻ്റേതായ ചില ഹെജിമണി പാരമ്പര്യമായി പിന്തുടർന്നു പോരുന്ന സാംസ്കാരികമായ കാര്യങ്ങൾ, അത് ഇവിടുത്തെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ പിന്തുടരണമെന്നവർ ആഗ്രഹിച്ചു. ആളിന്നാൽ 3 steps were taken by the British imperialist to make India conform to their way of life. ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് 3 ചുവടുവയ്പ്പാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റ് ഇന്ത്യയിലെ അവരുടേതായ വേ ഓഫ് ലൈഫ് ഇവിടെ പടുത്തുയർത്തുവാനായിട്ട് അതിനുവേണ്ടി ചെയ്തത്. അക്കോർഡിംഗ് ടു എം എൻ ഝാ 1975 3 സ്റ്റെപ്സ് എന്നല്ലേ പറഞ്ഞത്. അതിലൊന്ന്, ഫസ്റ്റ്, ദേ ബ്രോട്ട് ദ ഹോൾ കൺട്രി അണ്ടർ വൺ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്. എന്താ ചെയ്തേ? രാജ്യത്തെ മൊത്തം ഒരു ഭരണ യൂണിറ്റിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. സെക്കൻഡ്, ആൻ ഇംഗ്ലീഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. രണ്ടാമത് എന്ത് ചെയ്തു? ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കി. തേർഡ്, ബ്രിട്ടീഷ് ആൾസോ ട്രൈഡ് ടു ഷോ ഇന്ത്യാസ് കൾച്ചറൽ ഇൻഫീരിയോറിറ്റി ത്രൂ റിസർച്ചസ് ക്യാരിഡ് ഔട്ട് ബൈ ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് ആർക്കിയോളജിസ്റ്റ്. അതിവിടെ വന്നപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, സാംസ്കാരികപരമായി പരമദരിദ്രരാണ് ഇന്ത്യക്കാരെന്ന്. അതുകൊണ്ട് തന്നെ കൾച്ചറൽ ഇൻഫീരിയോറിറ്റി തിരിച്ചറിഞ്ഞിട്ട് അവർക്കൊരു മേധാവിത്വം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി നരവംശാസ്ത്രജ്ഞന്മാർ, ചരിത്ര ഗവേഷകർ, അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരം ഗവേഷണങ്ങളും കണ്ടക്ട് ചെയ്തു. സോ ദ ബ്രിട്ടീഷ് ആൾസോ ട്രൈഡ് ടു ഷോ ഇന്ത്യാസ് കൾച്ചറൽ ഇൻഫീരിയോറിറ്റി ത്രൂ റിസർച്ചേഴ്സ് carried out by anthropologists and archaeologists. It was in this political socio-cultural milieu that modern Indian political thought emerged. അപ്പോൾ അങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക, സാമ്പത്തിക,
സാംസ്കാരിക ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആധുനിക രാഷ്ട്രീയമായ ചിന്തകളെല്ലാം തന്നെ ഉയർന്നു വന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. According to M.B. Singh, that is in 2017, the catalytic factors responsible for the emergence of modern political thought in India were the British colonial rule, modernization of Indian tradition, and the challenges of national formation, state formation, and economic development. അത് എം ബി സിംഗ് 2017 പീരീഡിൽ അഭിപ്രായപ്പെട്ട കാര്യം ഇതാണ്. ആധുനിക രാഷ്ട്രീയ ചിന്താധാരകൾ ഇന്ത്യയിൽ ഉയർന്നു വരാൻ അതിൻ്റെ ഒരു ഉയർച്ച ഇവിടെ ഉണ്ടാകാനായിട്ട് ഇടയാക്കിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ, അതുപോലെ മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ ആൻഡ് ചലഞ്ചസ് ഓഫ് നാഷണൽ ഫോർമേഷൻ, state formation, and economic development. India's long drawn struggle for independence from the British rule was an exercise that brought about changes in the social, political, economic, and cultural aspects of our diverse country. അതായത് ഇന്ത്യയുടെ വളരെ നാളത്തെ ഉള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരിൽ നിന്നും എന്ത് കിട്ടണം? സ്വാതന്ത്ര്യം. അത് നേടുന്നതിന് വേണ്ടിയിട്ട് വളരെ കഠിനമായ എക്സസൈസസാണ് അവർ നമ്മുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ, വിഭിന്നങ്ങളായ, ഡൈവേഴ്സിറ്റി ഉൾക്കൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് ഇവിടെയുള്ളവർ പരിശ്രമിച്ചത്. മോഡേൺ റെസ്പോൺസസ് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടീഷ് കൊളോണിയലിസം. അപ്പോൾ ഇന്നത്തെ ആധുനിക ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനോടുള്ള ആ ഒരു പ്രതികരണവും 19th സെഞ്ച്വറിയിലെ ഉണ്ടായിട്ടുണ്ട്. There was simultaneous rise of modern Indian political thought. അപ്പോൾ മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിലെ ഒരു സമഗ്രമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയാം. ചിന്താധാരയിലെല്ലാം വ്യത്യാസം. അത് പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യൻ റിനൈസൻസുമായി ബന്ധപ്പെട്ട് നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായ ചിന്താധാരയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അത് ബംഗാളിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. Bengal was naturally suited to play a larger role in re-awakening of India as Calcutta was the older center of British rule. ബംഗാളിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആശയപരമായിട്ട് അവിടെ നടത്തി? കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് കൽക്കട്ടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗാൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നവോത്ഥാനപരമായ കാര്യങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കുവാനായിട്ട് ബംഗാളിന് സാധിക്കുമെന്നാണ് വിശ്വസിച്ച് പോകുന്നത്. ദ ഏർലി സ്കൂൾസ്, കോളേജസ് ആൻഡ് പ്രസ് സ്റ്റാർട്ടഡ് ഹിയർ. ബംഗാളിൽ അതുകൊണ്ട് തന്നെ നവോത്ഥാനം സൃഷ്ടിക്കാൻ സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ, ഇതെല്ലാം ഇവിടെ സ്ഥാപിച്ചു. With its energetic people, comparatively rich commercial and agricultural area, Bengal was eager to take advantage of new opportunities. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ബംഗാളിൽ ഉണ്ടായിരുന്ന എനർജറ്റിക്കായ ജനങ്ങൾ താരതമ്യേന പ്രത്യേകിച്ചും സാമ്പത്തികവും വാണിജ്യപരവുമായി മേഖലകളിലെല്ലാം തന്നെ, കാർഷിക മേഖലയിലെല്ലാം തന്നെ ബംഗാൾ പുതിയ പുതിയ അവസരത്തിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കുവാനായിട്ട് അവർ പരിശ്രമിച്ചു. A big chunk of India's freedom fighters came from Bengal. അങ്ങനെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ നല്ലൊരു ഭാഗം ആൾക്കാരും എവിടെ നിന്നാണ് ഉണ്ടായത്? ബംഗാളിൽ നിന്നുമാണ്. ഇത് അഭിപ്രായം ആരുടെയാ? 1953 അങ്ങനെ വന്ന ഒരാളെ പറ്റിയാണ്. ബ്രൗൺ എന്നാണ് അയാളുടെ പേര്. ഓക്കെ. There was intellectual re-awakening among the section of Indians who were deeply affected by the problems plaguing Indian society at that time, and they were determined to overcome them. അപ്പോൾ ഇവിടെ എന്തുണ്ടായിരുന്നു? ഇൻ്റലക്ച്വൽ റിവേക്കണിങ്, അതായത് ബൗദ്ധിക തലങ്ങളുമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു പറ്റം ആൾക്കാർ ഇന്ത്യൻ സമൂഹത്തിലുണ്ടായിരുന്നു. അവരുടെ ബൗദ്ധികമായ ചിന്താധാരകൾ സമൂഹത്തിനിടയിലേക്ക് പ്രസരിച്ചപ്പോൾ അതിൻ്റെ പ്രസരണത്തിൻ്റെ പ്രത്യേകത അതെവിടെയും ചെന്നു, അത് മറ്റുള്ളവരുടെ ഇടയിലേക്കും ചെന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ ചേഞ്ചസ് വളരെ വലുതായിരുന്നു നമ്മുടെ സമൂഹത്തിൽ.
ഇന്ത്യൻ സൊസൈറ്റി അറ്റ് ദാറ്റ് ടൈം ആൻഡ് ദേ വെർ ഡിറ്റർമിൻഡ് ടു ഓവർകം ദം. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ആ സമയത്ത് ഇവിടെ നിലനിന്ന് പോന്നിരുന്ന ഒരു സാഹചര്യം, അവർക്ക് എങ്ങനെയും ഒരു റീ അവേക്കണിങ് ഉണ്ടാവണം, കൾച്ചറൽ ഡിക്ലൈനുള്ള പീരീഡ്, അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് വരണം, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാക്കണമെന്നവർ വിചാരിച്ചു എന്നുള്ളതാണ്. സോ ഹിയർ ദ ഗ്ലോറി ഓഫ് ദ പാസ്റ്റ്, ലീഡേഴ്സ് ഓവർകം ദ ഇഷ്യൂസ് ആൻഡ് റീക്ലെയിം ദ ഗ്ലോറി ഓഫ് ദ പാസ്റ്റ് എന്ന ആശയമായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ദ നേച്ചർ ഓഫ് ദ റിനൈസൻസ് ഹൗവർ ഡിഫേർഡ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഒരു റീബർത്ത്, ആശയപരമായിട്ടൊരു ഉയർത്തെഴുന്നേൽപ്പ്, നമ്മൾക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നമ്മുടേത്, അപ്പോൾ ആരുടെയും അടിമയായിട്ടില്ലാതെ സ്വതന്ത്രമായ ചിന്താധാരയോടുകൂടി മുന്നോട്ട് പോവുക, ഇതായിരുന്നു അവരുടെ ആവശ്യം. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് റിവൈവൽ ഓഫ് ദാറ്റ് what had happened before. In India, Renaissance did not mean abandoning of past traditions. അപ്പോൾ പണ്ടുണ്ടായിരുന്ന കുറേയൊക്കെ ഉപേക്ഷിക്കുക, നല്ലതെല്ലാം സ്വീകരിക്കുക. പക്ഷേ റിനൈസൻസ് ഇന്ത്യയിൽ മീൻ ചെയ്തത് പാസ്റ്റ് ട്രഡീഷൻസിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതായിരുന്നില്ല. ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പല നല്ല കാര്യങ്ങളെയും അബ്സോർവ് ചെയ്തുകൊണ്ട് തന്നെ ഓൾഡ് ട്രഡീഷനെ സ്ട്രെങ്തൻ ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ യുക്തിപരമായ കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. ഇറ്റ് വാസ് മോർ ഓഫ് ആൻ ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ റീഡിസ്കവറി ഇൻസ്റ്റെഡ് ഓഫ് എ റീസ്റ്റോറേഷൻ ഓഫ് ദ പാസ്റ്റ്. ദ ഇന്ത്യൻ റീഅവേക്കണിംഗ് വാസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി വിച്ച് മെയ്ഡ് ഇറ്റ് ഈസിയർ ടു അക്സെപ്റ്റ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് ദാറ്റ് വെയർ സിമിലർ ടു ദ വെസ്റ്റ്. അതായത് പഴയതെല്ലാം തന്നെ നഷ്ടപ്പെടുത്തി പോകാനല്ല, പഴയതിൻ്റെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ കെട്ടിപ്പടുത്തുയർത്തുകയും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അറിവിൻ്റെ വഴിയിലേക്ക് സമൂഹത്തെ നയിക്കുക, ഇന്ത്യൻ ഹിസ്റ്ററി അത് നല്ല ആശയങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പലതും നമ്മൾ സെക്കുലാറിസം എന്ന ഐഡിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മതേതരത്വം എന്ന ആശയം, അതെല്ലാം തന്നെ ഒരുപക്ഷെ മിഡീവിയൽ ടൈംസിലെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ആശയമായിരിക്കണം സെക്കുലാറിസം. അപ്പോൾ ആ ടോളറൻസ് ആൻഡ് സെക്കുലാറിസം അത് പഴയതാണെങ്കിലും അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല, അതിനെ മുന്നോട്ട് നയിക്കുവാനും നിലനിർത്തുവാനാണ് ആഗ്രഹിച്ചത്. ഉപനിഷത്തിലെല്ലാം പറയുന്നുണ്ട്, എന്താണ് ഉപനിഷത്ത് സൈസ് ദാറ്റ് ദ ഹോൾ വേൾഡ് ഈസ് എ ഫാമിലി, വസുദൈവ കുടുംബകം എന്ന് പറയില്ലേ, ലോകമേ തറവാട്. വൈൽ അക്ബർസ് പീസ് വിത്ത് ആൾ എന്ന രീതിയിൽ അക്ബറിൻ്റെ സോ ഈക്വൾ, ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ എൻഷുവർ പീസ് ആൻഡ് ഹാർമണി വിത്ത് ആൾ, അപ്പോൾ എല്ലാവരുടെ ഇടയിലും സമാധാനവും സന്തോഷവും നിലനിർത്തുക. ദെൻ ഭട്ടാചാര്യ 2020 അദ്ദേഹത്തിൻ്റെ ആശയവും ഇത് തന്നെയാണ്. ഇറ്റ് ആൾസോ സ്റ്റുഡ് ഫോർ വാട്ട് ദ വെസ്റ്റ് വുഡ് കാൾ ടോളറൻസ്. അപ്പോൾ ആശയം ഹാർമണിയും പീസും നിലനിർത്തുക എന്ന് പറയുമ്പോൾ ഇതിനെ നാം എന്താ പറയുന്നത്, അത് തന്നെയാണ് ടോളറൻസ്. ദർ വാസ് എ ഡിബേറ്റ് എമംഗ് ദ ലീഡേഴ്സ് ഓഫ് ഇന്ത്യ, ഫ്രീഡം സ്ട്രഗിൾ റിഗാർഡിംഗ് വാട്ട് ഷുഡ് കം ഫസ്റ്റ്, പൊളിറ്റിക്കൽ ഫ്രീഡം ഓർ സോഷ്യൽ ഫ്രീഡം. അതായത് നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ ഇടയിലുള്ള ഡിബേറ്റ് ഇപ്പോൾ ഇതാണ്. ഇവിടെ ആദ്യം എന്താണ് ഉണ്ടായത്? ആദ്യം ഉണ്ടായത് പൊളിറ്റിക്കൽ ഫ്രീഡമാണോ അതോ സോഷ്യൽ ഫ്രീഡമാണോ? ഇതിനെപ്പറ്റിയുള്ള ഡിബേറ്റും ഇപ്പോഴും നടക്കുന്നുണ്ട്. ബാലഗംഗാധര തിലക്, അരബിന്ദോ, അതുപോലെ തന്നെ അരബിന്ദോ ആൻഡ് വി.ഡി. സർവാർക്കർ, ഇവരെല്ലാം നൽകുന്നത് എന്താ? ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു പൊളിറ്റിക്കൽ ഫ്രീഡം. വൈൽ രാംമോഹൻ റോയ്, ഗാന്ധി, ടാഗോർ, അംബേദ്കർ ഇവരെല്ലാം പ്രിഫർ ചെയ്യുന്നതോ സോഷ്യൽ റിഫോമാണ് ഫസ്റ്റ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സോഷ്യൽ റിഫോമിനെയാണ് അവരുദ്ദേശിക്കുന്നത്. തിലക് ഒപ്പോസ്ഡ് റിഫോം എഫർട്ട് ഓഫ് M.G. റാനഡെ ആൻഡ് ഗോപാലകൃഷ്ണ ഗോഖലെ. തിലക് ഇവരുടെ രണ്ടുപേരുടെയും ആശയത്തെ എതിർക്കുന്നു. തിലക് വിശ്വസിച്ച് പോകുന്നത് എന്താ? സ്വരാജ് ഓർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഷുഡ് പ്രൊസീഡ് റിഫോം. ഇവിടെ സ്വരാജ് അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഇതാണ് ഇതിലേക്ക് നയിച്ചത്, പ്രൊസീഡ് റിഫോം. വൈൽ ഹി വാസ് ആൾസോ എഗെയിൻസ്റ്റ് ദെയർ വെസ്റ്റേൺ മെത്തേഡ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ദെൻ അനദർ പോയിന്റ് ഈസ് ദാറ്റ് ദെയർ വാസ് കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ ദ സ്പിരിറ്റ് ഓഫ് മോഡേണിറ്റി ഇൻ ദ വെസ്റ്റ് ആൻഡ് കൊളോണിയലിസം. മറ്റൊരു കാര്യം ഇതാണ്, ചില വൈരുദ്ധ്യം, ആശയവൈരുദ്ധ്യം. ഏത് കാര്യത്തിൽ? ഇന്നത്തെ ആധുനികതയും വെസ്റ്റ് ആൻഡ് കൊളോണിയലിസം എന്നുള്ള ചിന്തയിലുള്ള വ്യത്യാസം, ആ വൈരുദ്ധ്യത. അതായത് ആധുനികത, മോഡേണിറ്റി, ഇറ്റ് ഗവ് എ കാൾ ഓർ യൂണിവേഴ്സൽ ഫ്രീഡം, വൈൽ കൊളോണിയലിസം ഈസ് ആൻ ഐഡിയ വിച്ച് ഫോർവേഡ് സബ്സർവിയൻസ് ആൻഡ് ഹൈറാർക്കി ആൻഡ് ഹെൻസ് വാസ് എഗെയിൻസ്റ്റ് ഫ്രീഡം. അപ്പോൾ കൊളോണിയലിസം എന്തിനെതിരായിട്ടുള്ളതാണ്? ഫ്രീഡത്തിനെതിരായിട്ടുള്ളത്. മോഡേണിറ്റി എതിരായിട്ടുള്ളതാണ്? യൂണിവേഴ്സൽ ഫ്രീഡം. അപ്പോൾ രണ്ടും തമ്മിൽ വൈരുദ്ധ്യതയുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഹൈലൈറ്റഡ് ദാറ്റ് ദ ബ്രിട്ടീഷ് നെവർ വാണ്ടഡ് ടു മോഡേണൈസ് ഇന്ത്യ.
ബട്ട് ദേ വാണ്ടഡ് ടു വെസ്റ്റേണൈസ് ഇന്ത്യാസ് മെഡീവിയലിറ്റി. കാരണം ബ്രിട്ടീഷുകാരെന്താണ് ആഗ്രഹിച്ചിരുന്നത്, അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരിക്കലും അവർ ആഗ്രഹിച്ചില്ല മോഡേണൈസ് ചെയ്യാനായിട്ട്. ഇന്ത്യയെ മോഡേണൈസ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് എന്താണ്, വെസ്റ്റേണൈസ് ചെയ്യാനായിരുന്നു. ഇന്ത്യയിലെ പഴയ കാലഘട്ടത്തെ ഒന്ന് അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോരുക എന്നതാണ് അവർ ആഗ്രഹിച്ചത്. ആൻഡ് ദെയർബൈ ദേ കണ്ടിന്യൂഡ് മെഡീവിയലിറ്റി ഇൻ ഇന്ത്യ വാസ് നെസസറി ടു കണ്ടിന്യൂ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ റൂൾ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകാൻ. അതിനാണ് ഏറ്റവും നല്ലത് മെഡീവിയലിറ്റി. ആ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ രീതി ഇന്നും ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നത്, അവരുടെ ഭരണം ഇപ്പോഴും ഇവിടെ കൊണ്ടുപോകണമെന്നാണ് അവർ ആഗ്രഹിച്ചു പോകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നതാണ് ഝാ 1975 പറഞ്ഞിട്ടുണ്ട്. It can be highlighted that the enlightenment that started in Europe in 18th century did lead to voices which justified racial superiority of the Europeans over the other civilizations. ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്തെന്നാൽ പലതരത്തിലുള്ള സാംസ്കാരിക ഉണർവും പ്രബുദ്ധതയാർന്ന ചിന്താധാരയുമെല്ലാം തന്നെ യൂറോപ്പിലും 18th സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഒരുപാട് ചിന്താപരമായി ശേഷിയുള്ള വിദ്യാസമ്പന്നരായ പലരും കയറി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ മറ്റ് സംസ്കാരത്തെ, അതായത് വൈറ്റ്മെൻസ് ബർഡൻ എന്ന് പറയുന്ന രീതിയിലുള്ള ചില സിവിലൈസേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതെല്ലാം യൂറോപ്പിൻ്റെ സുപ്പീരിയോറിറ്റിയെ കുറിക്കുന്നതിന് വേണ്ടിയുള്ള പദപ്രയോഗങ്ങളാണ്. വിച്ച് സപ്പോർട്ട് ദ വ്യൂ ദാറ്റ് ദ വൈറ്റ് പീപ്പിൾ ഷുഡ് മാനേജ് ദി അഫെയർസ്. അതാണ് വൈറ്റ് മാൻസ് ബർഡൻ. അപ്പോൾ എന്താണ്, ആ കാലഘട്ടത്തിൽ വൈറ്റ് മാനായിട്ടുള്ള വെള്ളക്കാരായിട്ടുള്ള ആൾക്കാർ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോട്ടെ, നോൺ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഹു ആർ ആൻ ഇൻഫീരിയർ സിവിലൈസേഷൻ എന്ന ചിന്ത, അവർ ഒരു ഇൻഫീരിയർ സിവിലൈസേഷൻ്റെ ഭാഗമാണെന്ന ചിന്ത. മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് നോട്ട് ഓൺലി സോഡ് ടു ഇൻഫ്യൂസ് പ്രൈഡ് ഇൻ ഇന്ത്യൻസ് ബൈ ഹൈലൈറ്റിംഗ് ദെയർ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. നമ്മുടെ ആധുനിക തത്വചിന്തകർ നല്ല സമ്പന്നമായ സാംസ്കാരികമായ പൈതൃകം, ആശയം ഇതെല്ലാം ജനങ്ങളിലേക്ക് പകർന്നു നൽകാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ചിലരാവട്ടെ ട്രൈ ടു ക്രിട്ടിക് ദ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ വിമർശകരായിട്ട് വരുന്ന ചിലരുമുണ്ട്. അപ്പോൾ ഗാന്ധിസ് ക്രിട്ടിക് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ ആസ് വൺ വിച്ച് ലാക്ഡ് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻസ് ഇൻ എ കേസ് ഇൻ പോയിൻ്റ്. ഒരർത്ഥത്തിൽ ഒരു തലത്തിൽ നിൽക്കുമ്പോഴേക്കും ഗാന്ധിയുടെ ക്രിട്ടിക്കായിട്ട് വെസ്റ്റേൺ സിവിലൈസേഷനെതിരെ ക്രിട്ടിക്കായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് എന്തിൻ്റെ അഭാവം കാണാം, മോറൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള വേർതിരിവ്, വിഭജനം എന്ന് പറയുമ്പോഴേക്കും വെസ്റ്റേൺ മോഡേണിറ്റി, കൊളോണിയലിസം, ഇത് രണ്ടും തമ്മിലുള്ള വേർതിരിവ് അത് നമുക്ക് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഇടയിൽ അവരതിനെ നന്നായിട്ട് വേർതിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേണിൻ്റേതായ നിലവിലുള്ള ആശയങ്ങളൊന്നും തന്നെ ഇന്ത്യൻ കൾച്ചറിന് ചേരുന്ന ഒന്നായിരുന്നില്ല എന്ന ചിന്താഗതിയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ത്യൻ കൾച്ചേഴ്സിൻ്റെ ആ ഒരു തലത്തിൽ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങൾ, ബ്രിട്ടീഷ് റൂൾ നിലനിന്നിരുന്ന ആ ഒരു പീരീഡിൽ, ഇപ്പോൾ 20th സെഞ്ച്വറിയുടെ ആ ഒരു പീരീഡ് എത്തുമ്പോഴും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ റൂളേഴ്സ്, ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് അവരെല്ലാം ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ആവശ്യപ്പെട്ട് മുന്നോട്ട് പ്രവർത്തിക്കുവാനായിട്ട് വന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പാർട്ടിലൂടെ, അതായത് ജെനിസിസ് ഓഫ് മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്നൊരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ തുടർന്നുള്ള സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്നുള്ള രീതിയുണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോ സെഷനിലൂടെ തരാം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരുവാനും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.